ഹായ്, ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവ് ഫസ്റ്റ് കോമൺ ഓൾവേസ് പോസിറ്റീവ്. ഹായ്. ഭയ ഭക്തി ബഹുമാനം. അപ്പം ദിലീപ് ലാലേട്ടൻ കോംബോയുടെ ഏറ്റവും പുതിയ ചിത്രം ഭയഭക്തി ബഹുമാനം ഈ മാസം 18-ന് തിയേറ്ററിലേക്ക് എത്തും. അപ്പം അണിയർപ്പെടുത്തവർ അതിൻ്റെ ട്രെയിലർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ട്രെയിലറിന് ലഭിച്ചത്. അത് തന്നെ ഒരു ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള ട്രെയിലറായിട്ടാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. കാരണം റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള ട്രെയിലറായിട്ടാണ് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെയായിരിക്കും തോന്നുന്നു അതിന് എത്രയേറെ വ്യൂസ് കിട്ടുവാനുമായിട്ടുള്ള കാരണം. അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് മൂവീസ് ഇഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളൊരു മൂവിയാണെന്ന് തോന്നുന്നു. പക്കാ തിയേറ്റർ വൈബ് അല്ലെങ്കിൽ തിയേറ്റർ വൈബ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തിയേറ്ററിൽ പോയി വൈബ് ചെയ്യാനുള്ളൊരു ഐറ്റം, ഒരു ഫെസ്റ്റിവൽ മൂഡ് ഐറ്റം. അതായത് ക്രിസ്മസ് ഒക്കെ വരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡ് ഐറ്റം, അങ്ങനെ ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ മലയാളത്തിലധികം വരുന്നില്ല. അങ്ങനെയുള്ള സിനിമകൾ വേണം. കാരണം ഞാനൊക്കെ എൻ്റർടൈൻമെൻറ്റ് മൂവീസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു പ്രേക്ഷകനാണെന്ന് പറയാം. കാരണം അവസാനം ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി, കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് മൂവി എനിക്ക് തോന്നുന്നു ആവേശമായിരുന്നു തോന്നുന്നു. അതിനുശേഷം അങ്ങനെ കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് മൂവീസ് അധികം വന്നിട്ടില്ല. കൂടുതലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് അങ്ങനെയൊക്കെ വന്നാൽ അത് കണ്ടൊരു വിരസത തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റ് മൂവീസ് ഇനിയും വേണം. അത് ഏത് ആക്ടറാണെങ്കിലും അത് ചെയ്യണം. അങ്ങനെയുള്ള മൂവീസ് നമുക്ക് ആവശ്യമാണ്. ഏതായാലും ഇതിലെൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ലാലേട്ടനെയാണ്. ട്രെയിലറിൽ തന്നെ ആ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വിധം കണ്ടപ്പോൾ ഉറപ്പായിട്ടും ഈ സിനിമ കാണണമെന്നാണ് തോന്നിയത്. പിന്നെ ലാലേട്ടൻ ഫാക്ടറായിരിക്കും ഈ ചിത്രത്തിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ദിലീപേട്ടൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കോടതി വെറുതെ വിടുന്നു. അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ പടത്തിന് ഫ്രീ പ്രൊമോഷനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പടം ബഹിഷ്കരിക്കണമെന്നും അല്ലെങ്കിൽ ബഹിഷ്കരിക്കണം, കാണണമെന്നൊരു വിഭാഗം, കാണണ്ടെന്ന് വേറൊരു വിഭാഗം. അതോടൊപ്പം പറക്കുന്തളിക ബസ്സിൽ അങ്ങനത്തെ കുറേ കോൺട്രവേഴ്സികളൊക്കെ ഇങ്ങനെ ന്യൂസിൽ അവിടെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പടത്തിന് ഫ്രീ പ്രൊമോഷനായിട്ടാണ്. ഇപ്പം നെഗറ്റീവായിട്ട് പറഞ്ഞാലും പോസിറ്റീവായിട്ട് പറഞ്ഞാലും ഇത് പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുന്നുവെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇത് ഇപ്പം മുക്കിലും മൂലയിലും ഈ ഒരു ബബ്ബ എന്നൊരു പേര് എല്ലാ ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ കാരണം അത് പടത്തിന് എക്സ്ട്രാ റീച്ചാണ് നേടിക്കൊടുത്തത്. ഏതായാലും പടം കൂടി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ദിലീപിൻ്റെ നല്ലൊരു കമ്പാക്ക് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി പ്ലസ് ലാലേട്ടൻ്റെ 2025 അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. അപ്പോൾ 2025 അവസാനിക്കുമ്പോഴും നല്ലൊരു എൻഡിങ് ആയിരിക്കും ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വെയിറ്റിംഗ് ആണ്. 18-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയ ഒപ്പീനിയനൊക്കെ അവിടെ നിൽക്കട്ടെ. 18-ന് അറിയാം യഥാർത്ഥ റിസൾട്ട് എന്താണ് എന്ന്. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കയറുമെന്നതിന് ഉദാഹരണമാണ് രാമലീല. അത്രയും ഹേറ്റ് ഉണ്ടായിരുന്നപ്പോൾ, അന്ന് കുറ്റവുത്തൻ പോലും ആയിട്ടില്ല, അത്ര ഹേറ്റ് ഉണ്ടായിരുന്നപ്പോൾ രാമലീലയ്ക്ക് ജനങ്ങൾ കൊടുത്ത സപ്പോർട്ട്. ഏതായാലും 18-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. വെയിറ്റിംഗ് ആണ് ലാലേട്ടൻ്റെ ആ ഒരു സംഭവം. പിന്നെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷനും പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെ 2-2.5 മണിക്കൂർ ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പിസിലടിച്ച് അല്ലെങ്കിൽ കാറിക്കൂവി കാണാൻ പറ്റിയൊരു വൈബ് മെറ്റീരിയൽ. ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇടയ്ക്ക് വന്നെങ്കിലേ കൂടുതൽ സിനിമാ വ്യവസായത്തിന് കൂടുതൽ തിയേറ്ററിലേക്ക് കൂടുതൽ ആളുകളെ കയറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അങ്ങനെ ഒരു മെജോറിറ്റി ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അല്ലു അർജുൻ്റെയും വിജയുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ അടിച്ച് തകർക്കുന്നതെന്ന് പറയാം. യാഷ്, പ്രഭാസിൻ്റെയൊക്കെ. അപ്പോൾ മലയാളത്തിലും അങ്ങനെയുള്ള ആക്ടേഴ്സ്, അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് ചെയ്യണം. എൻ്റർടൈൻമെൻറ്റ് മൂവീസ് ആവശ്യമാണ്. എപ്പോഴും ഈ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ പോയി അതൊരു വിരസതയായിട്ട് തോന്നിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.